ഓം ശാന്തി. ഞാൻ ഒരു തേജസ്വി ദിവ്യ നക്ഷത്രം. എൻ്റെ വീടായ പരമധാമത്തിൽ നിന്നും താഴേക്കിറങ്ങി വന്ന സാകാര ലോകത്തിലേക്ക് വന്നിരിക്കയാണ്. ഒരു അതിഥിയായി ഈ സാകാര ദേഹത്തിൽ പ്രവേശിക്കുന്നു. ഇപ്പോൾ ഞാൻ ആത്മാ ഈ ദേഹമാകുന്ന മാളികയിൽ അതിഥിയായി നിവസിക്കുന്നു. ഈ ദേഹം ബാപ്പദാദ കാര്യം ചെയ്യുന്നതിനായി തന്നതാണ്. ഞാൻ ഈ പഴയ ദേഹത്തെ ബാബ തന്നിരിക്കുന്ന സ്വത്താണെന്ന് മനസ്സിലാക്കി സേവയ്ക്ക് വേണ്ടി കാര്യത്തിൽ ഉപയോഗിക്കും. ദേഹഭാനത്തിൽ നിന്നും ഭിന്നമായി സദാ ഉപരാമമായി നഷ്ടമോഹിയായിരിക്കുന്നു. ഈ ഉയർന്ന സ്ഥിതിയിൽ സാകാര കർമ്മേന്ദ്രിയങ്ങളിലൂടെ ഞാൻ കർമ്മം ചെയ്യുന്നു. സെക്കൻഡിൽ ദേഹത്തെ ധാരണ ചെയ്ത് കർമ്മം ചെയ്യുന്നു. സെക്കൻഡിൽ ഉപേക്ഷിച്ച് ദേഹി അഭിമാനിയാകുന്നു. ഞാൻ എൻ്റെ ഫരിസ്ത സ്വരൂപത്തിൽ സ്ഥിതമാകുന്നു. നിരാകാരി സ്വരൂപത്തിൽ സ്ഥിതമാകുന്നു. ബാപ്പദാദയോട് എൻ്റെ വാഗ്ദാനമാണ്, ഈ ശരീരം, മനസ്സ്, ധനം സർവ്വതും ബാബ അങ്ങയുടേതാണ്. ഞാൻ ഉപരാമമായിരിക്കുന്നു. പഴയ മണ്ണിന്റെ പാത്രത്തിന്റെ ബോധം ഒഴിവാക്കി ഡബിൾ ലൈറ്റ് ഫരിസ്ത സ്വരൂപത്തിലിരിക്കുന്നു. പ്രവൃത്തിയിലിരുന്നു കൊണ്ടും കമലാസനത്തിലിരിക്കുന്നു. വികാരങ്ങളാകുന്ന അഴുക്കിന്റെ സ്പർശനം പോലും ഏൽക്കാതെ വേറിട്ടിരിക്കുന്നു. ലൗകിക സംബന്ധത്തിന്റെ ഇടയിലിരിക്കുമ്പോഴും സദാ അലൗകിക പാരലൗകിക സംബന്ധത്തിന്റെ സ്മൃതിയിലിരിക്കുന്നു. സർവലൗകിക സംബന്ധവും നിമിത്തം മാത്രം പാലിക്കുന്നു. സേവയുടെ സംബന്ധമാണെന്ന് മനസ്സിലാക്കുന്നു. ഓരോ സംബന്ധവും ലൗകികത്തിൽ നിന്നും അലൗകികമാക്കി നഷ്ടമോഹയാകുന്നു. എന്റെ ലോകം തന്നെ ബാബയാണ്. സർവ സംബന്ധവും ബാബയോടാണ്. പ്രാപ്തികളും ബാബയിൽ നിന്നാണ്. സർവ്വതും പ്രാപ്തിയായപ്പോൾ എന്റെ ബുദ്ധി മറ്റൊന്നിലേക്കും പോകുന്നില്ല. ഇപ്പോൾ കേവലം ഒരു ബാബ മാത്രം, മറ്റാരുമില്ല. ഈ സ്മൃതിയിൽ ഞാൻ ഉപരാമമാകുന്നു. ബാബയുടെ കൂടെ കമ്പൈൻഡായി പരിവാരത്തിന്റെ സേവയും ട്രസ്റ്റിയായി ചെയ്യുന്നു. ആരോടും വെറുപ്പില്ല, ആരോടും ആസക്തിയില്ല, ആകർഷണവുമില്ല. സാക്ഷിയായി കാണുന്നു.
പരിവർത്തനമാകുന്നതിൻ്റെ ശുഭഭാവന വയ്ക്കുന്നു. കർമ്മബന്ധനത്തിൽ നിന്നും വേറിട്ട് ഞാൻ നഷ്ടമോഹിയാകുന്നു. ദേഹത്തിൽ നിന്നും വേറിട്ട് ബുദ്ധിയും സംസ്കാരത്തിൽ നിന്നും ഉപരാമമായിരിക്കുന്നു. ജ്ഞാനത്തിൻ്റെയും ശക്തികളുടെയും ശ്രേഷ്ഠ സങ്കല്പങ്ങളുടെയും ഖജനാവ് നൽകുന്ന ബാപ്പദാദ എല്ലാ കുട്ടികളെയും സമ്പന്നരാക്കിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും അമൂല്യമായ ഖജനാവ് പുരുഷോത്തമ സംഗമ സമയമാണ്. ഈ സമയത്താണ് പരമാത്മാവിന്റെ പാർട്ടുള്ളത്. അതിനാൽ വജ്രതുല്യ സമയമെന്ന് പറയുന്നു. ഈ സമയത്ത് സർവ ഖജനാവുകളാലും അധികാരിയായ കുട്ടികളെ ബാപ്പദാദ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഈശ്വരീയ പരിവാരമാണ്. അതിനാൽ ഇതിന്റെ മഹത്വത്തെ മനസ്സിലാക്കുന്നു. എത്രമാത്രം സ്വയത്തിനെ ശ്രേഷ്ഠമാക്കാൻ ആഗ്രഹിക്കുന്നുവോ അത്രയുമാക്കാൻ സാധിക്കുന്നു. ഞാൻ പരമാത്മാവിന്റെ ഭാഗ്യം പ്രാപ്തമാക്കുന്നു. പദമാപദം ഭാഗ്യശാലിയാകുന്നു. ഈ ഭാഗ്യത്തെ സ്മൃതിയിൽ വെച്ച് ഞാൻ സന്തോഷിക്കുന്നു. സമയത്തിന്റെ സൂചി വളരെ തീവ്രഗതിയിൽ നീങ്ങുന്നു. അതിനാൽ ബാപ്പദാദ ഓരോ കുട്ടിയെയും തീവ്ര പുരുഷാർത്ഥിയും പാസ്വിതോണറുമായി കാണാൻ ആഗ്രഹിക്കുന്നു. തീവ്ര പുരുഷാർത്ഥിയുടെ ലക്ഷണമാണ്: 1. നഷ്ടമോഹ, രണ്ടാമത്തേത് എവറടി. ഏറ്റവും ആദ്യം ദേഹബോധത്തിന്റെയും ദേഹാഭിമാനത്തിന്റെയും നഷ്ടമോഹയാകണം. ദേഹബോധത്തിന്റെ അടയാളമാണ് വ്യർത്ഥം. സംഗമയുഗത്തിൽ ബാപ്പദാദ വരദാനം നൽകിയിരിക്കുന്നു. സഫലത നിങ്ങളുടെ ജന്മസിദ്ധ അധികാരമാണ്. എവറടിയുടെ അർത്ഥമാണ് മനസ്സ്, വാക്ക്, കർമ്മം, സംബന്ധ സമ്പർക്കത്തിൽ സമയത്തിന്റെ ഓർഡർ വരുമ്പോൾ പെട്ടെന്ന് എവറടിയാക്കണം. ബാപ്പദാദ സമയത്തിന്റെ സമീപതയുടെ സൂചന വീണ്ടും വീണ്ടും നൽകുന്നു. സ്വപുരുഷാർത്ഥത്തിന്റെ സമയം വളരെ കുറവാണ്. സ്വന്തം പുരുഷാർത്ഥത്തിന്റെ ഭാഗ്യത്തിന്റെ ഖജനാവ് സമ്പാദിക്കണം. പ്രാപ്തികളുടെ ഖജനാവ് സമ്പാദിക്കണം. രണ്ടാമത്തേത് സന്തുഷ്ടമായിരിക്കണം. സർവരെയും സന്തുഷ്ടമാക്കണം. ഇതിലൂടെ പുണ്യത്തിന്റെ കണക്ക് ശേഖരിക്കപ്പെടുന്നു. മൂന്നാമത്തേത് സദാസേവനത്തിൽ അക്ഷീണവും നിസ്വാർത്ഥവും വലിയ മനസ്സോടും സേവനം ചെയ്യണം. ഇതിലൂടെ ആശീർവാദങ്ങൾ ലഭിക്കുന്നു. സ്വന്തം പുരുഷാർത്ഥം, പുണ്യം,
ആശീർവാദം. ഈ മൂന്നിൻ്റെയും സമ്പാദ്യം ശേഖരിക്കണം. കർമ്മത്തിന്റെ ഗുഹ്യഗതിയുടെ അറ്റൻഷൻ വെക്കണം. ശ്രേഷ്ഠ സോപാനത്തിന്റെ സ്മൃതി സ്വരൂപമാകണം. മാസ്റ്റർ ജ്ഞാന സൂര്യനായി തനിക്ക് പ്രാപ്തിയായിട്ടുള്ള സുഖത്തിന്റെയും ശാന്തിയുടെയും കിരണങ്ങളിലൂടെ സകാശിലൂടെ ദുഃഖത്തിലും അശാന്തിയിൽ നിന്നും മുക്തരാക്കുന്നു. മനസാസേവനത്തിലൂടെ ആത്മാക്കളിൽ സന്തോഷത്തിന്റെയും പ്രതീക്ഷയുടെയും അലകൾ വ്യാപിപ്പിക്കണം. ബാബ വരദാനം തന്നിരിക്കുന്നു. ഞാൻ അതിന്റെ സ്വരൂപമാകുന്നു. റിയാലിറ്റിയിലൂടെ ഓരോ കർമ്മത്തിലും വാക്കിലും റോയലിറ്റി കാണിക്കുന്ന ഫസ്റ്റ് ഡിവിഷന്റെ അധികാരിയാകുന്നു. റിയാലിറ്റി എന്നാൽ യഥാർത്ഥ സ്വരൂപത്തിന്റെ സ്മൃതി. സ്ഥൂലമായ മുഖത്തും റോയൽറ്റി കാണപ്പെടും. ഓരോ കർമ്മത്തിലും വാക്കിലും റോയൽറ്റി കാണപ്പെടുന്നു. ബാബയ്ക്ക് സമാനമായ ചരിത്രം അനുഭവമാകും. ഓരോ വാക്കിലും അധികാരത്തിന്റെയും പ്രാപ്തിയുടെയും അനുഭൂതി ഉണ്ടാകും. റിയാലിറ്റിയുള്ള റോയൽ ആത്മാക്കൾ ഫസ്റ്റ് ഡിവിഷന്റെ അധികാരിയാകുന്നു. ശ്രേഷ്ഠ കർമ്മത്തിന്റെ കണക്ക് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ വികർമ്മങ്ങളുടെ കണക്ക് സമാപ്തമാക്കും. ബാബയുടെ സൂചനയാണ് സെക്കൻഡിൽ സ്വയത്തെ വിദേഹി, അശരീരി അല്ലെങ്കിൽ ആത്മാഭിമാനിയാക്കുക. സെക്കൻഡിൽ മനസ്സിനെയും ബുദ്ധിയെയും എന്താഗ്രഹിക്കുന്നുവോ അവിടെ സ്ഥിതി ചെയ്യിപ്പിക്കാൻ കഴിയുന്നതാണ് സാധന. ഓം ശാന്തി.